ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ പ്രസാദ്. ദയവായി എനിക്ക് സമയം പറഞ്ഞു തരുമോ? എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് പാടാൻ അറിയും. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ വരാൻ കഴിയില്ല. അവൾക്ക് കണ്ണാടി ഇല്ലാതെ കാണാൻ കഴിയില്ല. അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എന്നിങ്ങനെ ഒരു ദിവസം നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ടല്ലോ. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ എളുപ്പമായി കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് അറിയാത്തതല്ലേ. എന്നാൽ വളരെ സിമ്പിളായി നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് കണ്ടെത്താം. ഒന്ന് നോക്കിയാലോ? നോക്കി നോക്കല്ലേ. ദയവായി എനിക്ക് സമയം പറഞ്ഞു തരുമോ? എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് പാടാൻ അറിയും. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ വരാൻ കഴിയില്ല. അവൾക്ക് കണ്ണാടി ഇല്ലാതെ കാണാൻ കഴിയില്ല. അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി നോക്കണേ, എന്താണ്? ദയവായി എനിക്ക് സമയം പറഞ്ഞു തരുമോ? Can you tell me time please? എന്താണ്? Can you tell me? ദയവായി എന്നിട്ട് നോക്കി നോക്കൂ. Can you tell me time please? ദയവായി എനിക്ക് സമയം പറഞ്ഞു തരുമോ? Can you tell me time please? ദയവായി എനിക്ക് സമയം പറഞ്ഞു തരുമോ? എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് പാടാൻ അറിയും. I can't dance. എന്താണ്? I can't dance. എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പക്ഷേ but I can sing. എനിക്ക് പാടാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് പാടാൻ അറിയും. നോക്കി നോക്കൂ. എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് പാടാൻ അറിയും. I can't dance but I can sing. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ വരാൻ കഴിയില്ല. I am sorry. എന്നോട് ക്ഷമിക്കൂ. I can't come. എനിക്ക് വരാൻ കഴിയില്ല. To your party. നിങ്ങളുടെ പാർട്ടിയിൽ. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ വരാൻ കഴിയില്ല. I am sorry, I can't come to your party. അവൾക്ക് കണ്ണാടി ഇല്ലാതെ കാണാൻ കഴിയില്ല. അവൾക്ക് കണ്ണാടി ഇല്ലാതെ കാണാൻ കഴിയില്ല. She can't see. അവൾക്ക് കാണാൻ കഴിയില്ല. Without ഇല്ലാതെ, glasses കണ്ണാടി ഇല്ലാതെ. She can't see without glasses. അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? Can she bake? Can she bake a cake for you? Can she bake a cake for you? അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ മലയാളത്തിന്റെ ഇംഗ്ലീഷ് കണ്ടെത്താൻ പറ്റിയില്ലേ? ഒന്നുകൂടെ നോക്കല്ലേ. ദയവായി എനിക്ക് സമയം പറഞ്ഞു തരുമോ? Can you tell me time please? എനിക്ക് നൃത്തം ചെയ്യാൻ കഴിയില്ല, പക്ഷേ എനിക്ക് പാടാൻ അറിയും. I can't dance but I can sing. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ വരാൻ കഴിയില്ല. I am sorry, I can't come to your party. അവൾക്ക് കണ്ണാടി ഇല്ലാതെ കാണാൻ കഴിയില്ല. She can't see without glasses. Without എന്ന് പറഞ്ഞാൽ ഇല്ലാതെ. She can't see without glasses. അവൾക്ക് നിങ്ങൾക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? Can she bake a cake for you? Can she bake a cake for you? കാരണം വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? ഇനി നമുക്കൊരു 3-4 എക്സാംസ് കൂടെ നോക്കി നോക്കാം അല്ലേ. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. ഞാൻ ജർമ്മൻ സംസാരിക്കില്ല. എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഹിന്ദി സംസാരിക്കുമോ? എന്നെ നിങ്ങൾ സഹായിക്കുമോ? എന്നിങ്ങനെ നമ്മൾ മലയാളത്തിൽ അനവധി തവണ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് നമുക്ക് പൊതുവെ അറിയാത്തല്ലേ. എന്നാൽ നമുക്ക് ഇതിന്റെ ഇംഗ്ലീഷ് ഒന്ന് നോക്കിയാലോ. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. എന്താണ്? I can't help you. എന്താണ്? എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. I can't help you. ഞാൻ ജർമ്മൻ സംസാരിക്കില്ല. I can't speak German. എന്താണ്? I can't speak German. I can't speak German. എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. I can't cook. എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. I can't cook. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. I can speak English. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും എന്നുള്ളത് എന്താണ്? I can speak English. നിങ്ങൾ ഹിന്ദി സംസാരിക്കുമോ? Can you speak Hindi? നിങ്ങൾ തമിഴ് സംസാരിക്കുമോ? Can you speak Tamil? നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ സ്പാനിഷ് സംസാരിക്കുമോ? Can you speak Spanish? എന്നെ നിങ്ങൾ സഹായിക്കുമോ? Can you help me?
എന്നെ നിങ്ങൾ സഹായിക്കുമോ? Can you help me? ഒന്നും കൂടെ നോക്കാം. എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. I can't help you. എനിക്ക് അവനെ സഹായിക്കാനാവില്ല. I can't help him. എനിക്ക് അവളെ സഹായിക്കാനാവില്ല. I can't help her. ഞാൻ ജർമ്മൻ സംസാരിക്കില്ല. I can't speak German. ഞാൻ ഹിന്ദി സംസാരിക്കില്ല. I can't speak ഹിന്ദി. എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. I can't cook. എനിക്ക് പാചകം ചെയ്യാൻ കഴിയില്ല. I can't cook. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. I can speak English. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. I can speak English. നിങ്ങൾ ഹിന്ദി സംസാരിക്കുമോ? Can you speak ഹിന്ദി? എന്നെ നിങ്ങൾ സഹായിക്കുമോ? Can you help me? കണ്ടോ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലേ? അപ്പൊ പൊതുവേ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു ധാരണ അല്ലേ? എന്നാൽ നമുക്ക് വളരെ സിമ്പിൾ ആയി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.